യോഹന്നാൻ 14 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ എന്റെ പശ്ചാത്തലവും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്ക് ഉള്ള വഴി നിങ്ങൾ അറിയുന്നു. യേശു പറയുകയാണ്, ഈ വഴി പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വഴിയാണ്. ഈ വഴി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു പോയ വഴിയാണ്. യേശു കർത്താവ് പിതാവാം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ താൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. തൻ ദേശത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന പാപമില്ലാത്ത ഒരു രക്തം, മനുഷ്യന്റെ രക്തം ചിന്തി പാപത്തിന് പരിഹാരം വരുത്തി, രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയെ പ്രദാനം ചെയ്തു. യേശു കർത്താവ് രക്തം ചിന്തി മരിച്ചു. ക്രൂശിൽ മരിച്ച് തന്നെ കല്ലറയിൽ അടക്കി 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന്റെ സ്തോത്രം. 40 ദിവസം കൊണ്ട് 500-ലധികം പേർക്ക് താൻ പ്രത്യക്ഷനായി. സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കലേക്ക് കടന്നു. പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് താൻ ഇന്ന് ഇരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവൈതലേ, സ്തോത്രം. നമ്മുടെ സ്വർഗത്തിലെ കർത്താവ് പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ വചനം നമ്മുടെ കരത്തിലേക്ക് ദൈവം നൽകുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ പോയ വഴി, ഞാൻ പോയ വഴി. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും. ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയും. ഞാൻ പോകുന്ന ഇടത്തേക്ക്. യേശു കർത്താവ് പോകാൻ പോകുന്നതേ ഉള്ളൂ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിലാണ് കർത്താവ് ഇത് പറയുന്നത്. താൻ ഉടനെ തന്നെ തന്റെ ദൗത്യം നിർവഹിക്കും, ക്രൂശിൽ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, താൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകും. ആ പോകുന്ന വഴി, ആ വഴി കർത്താവായ യേശുവാണ്. അത് പിതാവാം ദൈവത്തിങ്കലേക്കുള്ള വഴിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് ഈ പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വഴിയിലൂടെ കടന്നു പോകാൻ യേശു കർത്താവ് നമ്മെ ചേർക്കാൻ വരാൻ പോകുന്നു. അധിക സമയം ഇനിയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ ഈ വഴിയിലൂടെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ജനമേ, സ്തോത്രം. ഇന്നു രാത്രിയിൽ ഞാൻ ആത്മാവിൽ പങ്കുവയ്ക്കുന്നു, യേശു കർത്താവ് ഒരു മതത്തെ കൊണ്ടുപോകാം എന്നല്ല പറഞ്ഞത്. യേശു കർത്താവ് ഏതെങ്കിലും ഒരു മതത്തെ കൊണ്ടുപോകാനും അല്ല ഈ വഴി പറഞ്ഞത്. ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗജനത്തിനോ, കറുത്തവനോ വെളുത്തവനോ സമ്പത്തുള്ളവനോ ഇല്ലാത്തവനോ ദരിദ്രനോ, സ്തോത്രം, ഇങ്ങനെയുള്ള മനുഷ്യൻ തന്റെ കണ്ണിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിനു മാത്രം കടന്നു പോകാനുള്ള വഴിയല്ല യേശുവാകുന്ന വഴി. പിന്നെയോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവേ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അവിടുന്ന് മരിച്ചു എന്ന് ഏതൊരു മനുഷ്യനും വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുവാണ് പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകാനുള്ള ഒരേ ഒരു വഴി എന്ന് യേശു കർത്താവ് തന്നെ പറയുകയാണ്. അതാണ് നാം വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതിങ്ങനാണ്. യേശു അവനോട്, അപ്പോൾ തോമസ് ആണ് ഇത് ചോദിക്കുന്നത്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. 5-ാമത്തെ വാക്യത്തിൽ പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞതിന് യേശു പറയുന്ന തോമസിനോടുള്ള മറുപടിയാണ് വായിച്ചത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു മുഖാന്തരം അല്ലാതെ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല എന്ന്
യേശു പറയും. എന്നെ കൂടാതെ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് കർത്താവ് പറയും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14:6 നാം വായിച്ച ഭാഗം, ഞാൻ മുഖാന്തരമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്, നിങ്ങൾ ചിന്തിക്കും, എന്റെ രോഗങ്ങൾ മാറാനാണല്ലോ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, എന്റെ കടങ്ങൾ വീടാനാണല്ലോ, എന്റെ പ്രയാസങ്ങൾ തീരാനാണല്ലോ. ഇതെല്ലാം യേശുവിലുണ്ട്. നിങ്ങളുടെ തകർന്ന ജീവിതത്തെ അവൻ പണിയും, രോഗങ്ങളെ സൗഖ്യമാക്കും. ഇതെല്ലാം യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിനേക്കാൾ വലുത്, അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ആരാണ് എന്ന ചോദ്യത്തിന് പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വഴിയാണ് നമ്മുടെ കർത്താവ്. മറന്നു പോകരുത്. യേശുവിനെ കൂടാതെ ഒരിക്കലും 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 പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് യേശു പറയുന്നതിന്റെ അർത്ഥം. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നത് യോഹന്നാന്റെ സുവിശേഷം 16:6 വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് തോമസ് എന്ന് പറയുന്ന തന്റെ ശിഷ്യനോട് പറഞ്ഞ ഒരു മറുപടി സന്ദേശമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദരി, സഹോദര, യേശു ക്രിസ്തുവിനെ കൂടാതെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മുടെ പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് ആർക്കും, ഒരു മനുഷ്യനും ഏതു മാർഗത്തിലൂടെയും എത്തിപ്പെടാൻ സാധ്യമല്ല. യേശുവിലൂടെ അല്ലാതെ, യേശു മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാൻ ആർക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ വേദഗ്രന്ഥം, ദൈവത്തിന്റെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു ക്രിസ്തു തന്നെ പറയുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വചനം പറയുകയാണ്. എത്തുന്നില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുക്കലേക്കുള്ള ഏക വഴിയാണ്, ഏക മാർഗമാണ് കർത്താവായ യേശു. ഇത് മനുഷ്യർ പറഞ്ഞതോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞതോ, ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയ ഒരു എഴുത്തുകളിൽ നിന്ന്, മനുഷ്യൻ എഴുതിയ നോവലുകളോ എഴുത്തുകളോ മനുഷ്യരുടെ ചരിത്രങ്ങളിൽ നിന്നോ കിട്ടിയ വാക്കുകളല്ല. ഇത് സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. അതൊരു പാസ്റ്ററുടെ ഒരു പ്രത്യേക വെളിപ്പാടാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശമല്ല. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മതപുരോഹിതൻ പറഞ്ഞ ഒരു സന്ദേശമല്ല. ഏതെങ്കിലും ഒരു പള്ളിയുടെ സന്ദേശമല്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നേതാവിന്റെ സന്ദേശമല്ല. ഇത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ തന്നെ പറഞ്ഞ ഒരു സന്ദേശമാണ്. യേശു ക്രിസ്തു തന്നെയാണ് പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വഴിയും സത്യവും ജീവനും എന്നതും, യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവാം ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നതും യേശു ക്രിസ്തു തന്നെ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച് പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ, നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ കർത്താവ് നമ്മെ വീണ്ടും ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ് അവന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ, വിജയകരമായി ജീവിക്കുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ.